ലൈഫ് ഈസ് ഓൾ അബൌട്ട് റിയലൈസേഷൻസ്. നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച് ഓരോ പോയിൻ്റ് ഓഫ് ലൈഫ് എത്തുമ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ റിയലൈസ് ചെയ്യും. ആ ഓരോ റിയലൈസേഷൻസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന പോലെ നമ്മുടെ പ്രയോറിറ്റീസ് മാറിക്കൊണ്ടിരിക്കും. നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാകും കുറേ പ്രാവശ്യം. നമ്മൾ നോക്കുമ്പം നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പം നമ്മൾ പ്രയോറിറ്റി എന്തായിരുന്നു അതിൽ നിന്ന് എക്സാക്ട്ലി ഡിഫറെൻ്റ് ആണ് നമ്മൾ കുറച്ചും കൂടി വലുതായ ഒരു ടീനേജിലേക്ക് എത്തുമ്പം നമുക്കുണ്ടാവാം. അതിനേക്കാളും കുറച്ചുകൂടി ഡിഫറൻസ് ആവും നമ്മൾ നെക്സ്റ്റ് ഫേസ് ഓഫ് ലൈഫിലോട്ട് കടക്കുമ്പം. ആൻഡ് ദിസ് കണ്ടിന്യൂസ് നമ്മൾ ഡെത്ത് വരെ, നമ്മൾ മരിക്കുന്നത് വരെ ഈ ഒരു സംഭവം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ കുട്ടീൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, നീ എന്തിനാ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നത് ചോദിച്ചാൽ ആ കുട്ടി പറയാം ആ കുട്ടിയുടെ ഒരു ടോയിനെ പറ്റിയായിരിക്കും. ബിക്കോസ് ആ കുട്ടിയുടെ പ്രയോറിറ്റി ആ ടോയ് ആണ്. പക്ഷെ അതേസമയം ഒരു ടീനേജിലൊരു കുട്ടീൻ്റെ അടുത്ത് ചോദിക്കുമ്പം ആ കുട്ടി പറയാൻ പോകുന്നത് ആ കുട്ടിക്ക് പ്രയോറിറ്റൈസായിട്ട് കുട്ടി കാണുന്ന പ്രയോറിറ്റി ചെയ്യണമെന്ന് വിചാരിക്കുന്ന വേറൊരു കാര്യമായിരിക്കും. സോ അത് നമുക്കൊരിക്കലും ഒരു എൻ്റെ പ്രയോറിറ്റി ആണ് വലുത് അല്ലെങ്കിൽ ദാറ്റ് ഇസ് സുപ്പീരിയർ. ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്കുണ്ടായതൊക്കെ ഭയങ്കര നിസ്സാരമായിട്ടുള്ള തോട്ട്സാണ്, നിസ്സാരമായിട്ടുള്ള പ്രയോറിറ്റീസ് ആണെന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഓരോ ഫേസിൽ നമ്മൾ നിൽക്കുമ്പം ആ ഒരു ഫേസിലുള്ള തോട്ട്, ആ ഒരു ഫേസിൽ നമ്മളെ തോട്ട്സ് പ്രോസസ്സ് ചെയ്യുന്ന രീതി, അതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലുത്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഏജിൽ ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഏജിൽ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ കുറച്ചും കൂടി മാറുമ്പം എൻ്റെ മെച്യൂരിറ്റി ലെവൽ വേറൊരു സ്ഥലത്ത് പോയി ഹിറ്റ് ചെയ്യുമ്പം ഇറ്റ് മൈറ്റ് ചേഞ്ച്. അതൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മുടെ തോട്ട്സ് മാറിക്കൊണ്ടേയിരിക്കും. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ കോൺസ്റ്റൻറ്റ്, ഇറ്റ്സ് ഓൾവേസ് ഫ്ലെക്സിബിൾ ആൻഡ് അണ്ടർ വേരിയേഷൻ. അപ്പം നമുക്ക് ഇപ്പം ഇരിക്കുന്ന നമ്മുടെ ഫേസ് ഓഫ് ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ചെയ്യാൻ നമുക്ക് തോന്നുന്ന കാര്യം നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുമെങ്കിൽ, നമുക്ക് നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി സമാധാനം തരുമെങ്കിൽ, കുറച്ചുകൂടി സന്തോഷം തരുമെങ്കിൽ നമുക്കതിപ്പോൾ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം നമ്മളെ പ്രയോറിറ്റി ആയിരിക്കുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ ആയിരിക്കില്ല. സോ അങ്ങനൊരു സംഭവം ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടാനുണ്ടെങ്കിൽ ദെൻ വൈ ഷുഡ് ബി വെയിറ്റ്, ലെറ്റ്സ് ഡു ഇറ്റ് റൈറ്റ് നൗ എന്നുള്ളൊരു ചിന്താഗതി നമ്മളെ ഒരുപാട് ബെറ്റർ ആക്കും. നമ്മളിങ്ങനെ ഭയങ്കര ഡെസ്പടിച്ച് ഒരു ഹോപ്പില്ലാതെ ലൈഫ് മുന്നോട്ട് പോകുന്ന ഒരാളത് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഹോപ്പില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച് വെക്കുന്നൊരു സാധനമില്ലേ, അത് മെല്ലെ ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്ത് നോക്കും. മേ ബി നമ്മുടെ ലൈഫിൻ്റെ ഒരു സിറ്റുവേഷൻ, ഒരു ഫേസ് ചിലപ്പോൾ മാറിയേക്കാം. ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ റിയലൈസേഷൻസ് ആണ്, പക്ഷേ നമ്മളെ ലൈഫിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം.